ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായമാണ് നമ്മളെത്തി. അതുപോലെ ഇന്ന് നമുക്ക് 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വരെയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് 17 മുതലുള്ള ചില വാക്യങ്ങൾ പഠിക്കുന്നതിന് നമുക്ക് സമയമെടുക്കാം. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പിൻ, എന്നോട് കൂടെ സന്തോഷിപ്പിൻ. ഇവിടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷ എന്നാണ്. വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷ. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇന്ന് ക്രിസ്തീയ ലോകത്ത് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമാണ്. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ആ വിശ്വാസം നമ്മളിൽ നിന്ന് ഉള്ള യാതൊരു ഇനിഷ്യേറ്റീവിലും വരുന്നതല്ല, നമ്മളിൽ നിന്നുളവാകുന്നതല്ല. മറിച്ച് ദൈവം നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നെ വെച്ചു തരുന്ന ഒന്നാണ്. അതല്ല, നമുക്കതിനകത്ത് ഒരു പങ്കുമില്ല. വിശ്വസിക്കുക എന്നുള്ളതിൽ നമുക്കൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ഒരു അറിവിനെ അല്ലെങ്കിൽ ചില പരിചയങ്ങളെ വിശ്വാസം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായ ഒരു പദമാണ്. അതിന് സഹായിക്കുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ. അപ്പോൾ വിശ്വാസത്തിന് ഇവിടെ പകരം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് യാഗമെന്നാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ യാഗമർപ്പിക്കണം, നിങ്ങളെ തന്നെ യാഗമർപ്പിക്കണം എന്ന് പറയുന്നതിന് തുല്യമായിട്ടാണ് ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് വിശ്വാസത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ യാഗമർപ്പിക്കുന്നതിനെ കുറിച്ചൊന്നും ആ ഒരു മനോഭാവമൊന്നും വിശ്വാസത്തിൻ്റെ തലത്തിൽ വരുന്നതല്ല, അല്ലെങ്കിൽ വരുന്നതാണെന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു, ഉണ്ട്, ഒരു ദൈവമുണ്ട്. യേശുക്രിസ്തു ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. യേശുക്രിസ്തു നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് യാഗമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നുണ്ട്. ഈ യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കാൻ മനസ്സുണ്ടോ? ഒരു കുഴപ്പവുമില്ല. ഞാൻ വിശ്വസിക്കാൻ വേണമെങ്കിൽ ഞാൻ ഏറ്റു പറയാം, ഇനി വേണമെങ്കിൽ സ്നാനപ്പെടണമെങ്കിൽ സ്നാനപ്പെടുകയും ചെയ്യാം. വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ വിശ്വാസത്തെ ഇന്ന് ലോകത്തിൽ ആളുകൾ പ്രസംഗിക്കുന്നതും അത് മനസ്സിലാക്കുന്നതും അത് സ്വീകരിക്കുന്നു എന്ന് വരുത്തുന്നതും. എന്നാൽ പ്രിയമുള്ളവരെ, വിശ്വസിക്കുക എന്ന് പറയുന്നതിന് കേവലം മനസ്സിലാക്കുക എന്നോ അംഗീകരിക്കുക എന്നോ ഉള്ള അർത്ഥമല്ല. അതിന് വളരെയേറെ ആഴത്തിലുള്ള അർത്ഥമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെക്കുറിച്ച് നാം പലപ്പോഴും പല സാഹചര്യങ്ങളിൽ ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ അത് ഒന്നുകൂടി ചിന്തിച്ച് നമ്മളുടെ വിശ്വാസം നമ്മെ ഒരു യാഗമായി അർപ്പിക്കുന്ന തലത്തിലുള്ളതായ ഒരു വിശ്വാസമാണോ, അതെയോ കേവലം നമ്മൾക്ക് നമ്മുടെ ബുദ്ധിയിലുള്ളതായിട്ടുള്ള ചില അറിവ് അല്ലെങ്കിൽ കാഴ്ചപ്പാട് അതിൽ ഒതുങ്ങിയിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മളുടെ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നീതീകരണത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നമ്മളുടെ വിശ്വാസമാണ് നമ്മുടെ നിത്യതയുടെ അല്ലെങ്കിൽ പ്രത്യാശയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിനെ നാം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലും തലത്തിലും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നതും ഒരു പൊള്ളയായ ഒരു കുമിള പോലെ മാത്രമേ ആയിരിക്കുകയുള്ളൂ. അവിടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷ, നാം കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മെ സമ്പൂർണമായി കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ അനേകരും രക്ഷിക്കപ്പെടുന്നതിനുള്ള വിശ്വാസത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അടുക്കൽ സുവിശേഷം പങ്കുവച്ചപ്പോൾ ഈ കാര്യങ്ങളൊന്നും അങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുകയില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസം എന്ന് പറയുന്നതിനെ ശരിയായ അർത്ഥത്തിലും മാനത്തിലും ഇന്ന് ക്രിസ്തീയ സഭകളിൽ ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ്. ഈ അടുത്ത കാലത്ത് എന്നെ സംബന്ധിച്ച് ഒരാൾ ഒരു ആരോപണമായിട്ട് പറഞ്ഞത്, യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചാലേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് സുജോ സഹോദരൻ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്.
അതൊരു ദുരുപദേശമായിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ തന്നെ ഒരു വാക്യമുള്ളത് നമുക്കറിയാമല്ലോ. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിന് 9-ഉം 10-ഉം വാക്യങ്ങൾ, യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും എന്ന് വ്യക്തമായ വാക്യങ്ങളുണ്ട്. എന്നാൽ ആ വാക്യത്തെ പോലും അവർ അവഗണിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി, അതല്ലാതെ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കേണ്ട ആവശ്യമില്ല രക്ഷിക്കപ്പെടുന്നതിന് എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സഭകളൊക്കെ ഇന്ന് ലോകത്ത് ധാരാളമുണ്ട്. ഈ വിശ്വാസത്തിൽ യേശുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിക്കുന്നതും കൂടെ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതായിട്ടുള്ളൊരു ദൈവഭക്തനായിരുന്നു ഈ കഴിഞ്ഞ 2 ആഴ്ചയിൽ മരിച്ചു പോയതായ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, ജോൺ മക്കാർതർ. ജോൺ മക്കാർതറാണ് അത് വളരെ കൃത്യമായി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ രക്ഷ ഒരു യാഥാർത്ഥ്യമായിരിക്കുകയില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോൺ മക്കാർതർ. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളുടെ വിശ്വാസം നമ്മെ പൂർണ്ണമായും ഒരു യാഗമെന്ന പോലെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു തലത്തിൽ ഉള്ള ഒരു വിശ്വാസമാണോ? എങ്കിൽ മാത്രമേ അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള ഒരു വിശ്വാസമായിരിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസത്തിന് മാത്രമേ നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ നടത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രത്യാശയും അടങ്ങിയിരിക്കുന്നത്. അല്ലാതെ നമ്മൾ എന്തൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു, നമുക്കങ്ങനെ പലതും കേട്ട് ശീലമുണ്ട്. പൊതുവെ കേരളത്തിലൊക്കെ സുവിശേഷം വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വന്നു എന്നുള്ളത് കൊണ്ട് യേശുക്രിസ്തു രക്ഷകനാണ് എന്നും ദൈവപുത്രനാണ് എന്നും മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നും ഉള്ളതായ വളരെ പരിചയമായ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ധാരാളം കേട്ടുകേൾവികൾ ഉള്ളതും അത് നമ്മളൊരു പക്ഷേ നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കിയിട്ടുള്ളതുമായുള്ള കാര്യമാണ്. അതിനെ നമ്മളൊന്ന് പറഞ്ഞു എന്നുള്ളതിനപ്പുറം നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മളുടെ രക്ഷ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു യാഥാർത്ഥ്യമാകുവാൻ ഇടയില്ല. അങ്ങനെ ശരിയായ നിലയിൽ ഈ രക്ഷയിലേക്ക് വരാത്തതായിട്ടുള്ള ആളുകളുടെ ജീവിതങ്ങളിലാണ് രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു രൂപാന്തരം, അല്ലെങ്കിൽ ഒരു മാനസാന്തരം എന്ന് പറയുന്നത് ഇല്ലാത്തത് എന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയും എന്നാൽ അതിൻ്റേതായിട്ടുള്ള യാതൊരു വക ലക്ഷണങ്ങളും ഒരുവനിൽ ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരിക്കലും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ജഡത്തെ അനുസരിച്ച് ജീവിച്ച് ഒരവിശ്വാസിയെ പോലെ ജീവിക്കാമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഞാൻ ആ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, സത്യസുവിശേഷം സത്യമായി പ്രസംഗിക്കുന്നത് വളരെ കുറവാണ്, രക്ഷാകരമായിട്ടുള്ള സുവിശേഷം പ്രസംഗിക്കുന്നത് വളരെ കുറവാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ മുൻനിർത്തിയാണ്. ശരി, ഇവിടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടി സന്തോഷിക്കും. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ താൻ ഇവിടെ നിന്നും വിടുവിക്കപ്പെടും എന്നുള്ളൊരു പ്രത്യാശയുണ്ട്. എന്നാൽ അത് 100% ഒരു ഉറപ്പ് ആയിട്ടല്ല തനിക്ക് ഉള്ളത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഫിലിപ്പിയരിൽ മാത്രമല്ല മറ്റ് പല സഭകളിലും ഉള്ള വിശ്വാസികളുടെ, അല്ലെങ്കിൽ അനേകരുടെ വിശ്വാസത്തിന് വേണ്ടി പൗലോസ് അപ്പോസ്തലന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. അപ്പോൾ വിശ്വാസത്തിൻ്റെ വില, അല്ലെങ്കിൽ ദൈവമക്കളുടെ വില, ദൈവത്തിന് മുമ്പാകെ, സ്വർഗത്തിന് മുമ്പാകെ ദൈവമക്കൾക്ക് ഉള്ളതായ പ്രാധാന്യം, ദൈവസഭയുടെ പ്രാധാന്യം എന്നുള്ളതൊക്കെ നമുക്ക് ഈ വേദഭാഗങ്ങളിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം രക്തം കൊടുക്കേണ്ടി വന്നാലും, രക്തം ഒഴിക്കേണ്ടി വന്നാലും നഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. പലർക്കും വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അത് ജീവിതത്തിൻ്റെ ഒരു സൈഡ് ബിസിനസ്സാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടായ്മ, നമ്മൾ ഒറ്റപ്പെട്ടൊരു സമൂഹത്തിൽ ജീവിക്കുന്നതിനേക്കാൾ അല്പം സ്നേഹവും പരസ്പര ബഹുമാനവും ഒത്തൊരുമയൊക്കെ ഉള്ള ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് പല കാര്യങ്ങൾക്കും നല്ലതാണ് എന്നുള്ള ഒരു സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടാണ് പൊതുവെ ഇന്ന് ലോകത്ത് സഭകൾ എന്ന് വിളിക്കപ്പെടുന്നതായിട്ടുള്ള കൂട്ടങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല. സഭ എന്ന് പറയുന്നത്
നമ്മൾ രക്തം ചിന്തിയിട്ടാണെങ്കിലും നാം നാം പ്രാധാന്യത്തോടെ കാണേണ്ടതായിട്ടുള്ള ഒരു സംവിധാനമാണ് ദൈവസഭ എന്ന് പറയുന്നത്. ആ ഒരു പ്രാധാന്യത്തോടു കൂടി നാം ദൈവസഭയെ കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അങ്ങനെ ഒന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. സഭയുടെ പ്രാധാന്യത്തെ ദൈവം സഭയെ കാണുന്നത് പോലെ കാണുവാനായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും കണ്ണും നമുക്കില്ല എങ്കിൽ ആ സഭയിൽ ഫലകരമായ ദൈവിക ശുശ്രൂഷ ചെയ്യുവാനായിട്ടും നമുക്ക് കഴിയുന്നതല്ല എന്നുള്ളത് നാം ഓർക്കണം. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും, ഞാൻ ഇനി മരിക്കേണ്ടി വന്നാലും എന്നെ ഇവിടെ രക്തമൊഴുക്കേണ്ടി വന്നാലും എന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ തൻ കൊല്ലപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ വാളാൽ ശിരച്ഛേദമായിരിക്കും തൻ്റെ മനസ്സിൽ ഈ സമയത്തുള്ളത് എന്നുള്ളതാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ വന്നാലും സന്തോഷമാണ്, ദുഃഖമല്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പിൻ, എന്നോട് കൂടെ സന്തോഷിപ്പിൻ. ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു നിലയിലുമുള്ള കഷ്ടങ്ങൾ, പീഡനങ്ങൾ, മരണം വരെയാണെങ്കിലും ദുഃഖത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലാത്തൊരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പക്ഷെ വേദനകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഈ വേദനകൾക്കപ്പുറത്തേക്ക് അതിനെയൊക്കെ മറികടക്കുന്നതായിട്ടുള്ള സന്തോഷത്തിന്റെ വിഷയമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷം ഇന്ന് അനേകരും അനുഭവിക്കുന്നില്ല. പലപ്പോഴും നിസ്സാരമായിട്ടുള്ള പല കാര്യങ്ങളും ആളുകളെ വളരെയേറെ പിറകോട്ട് വലിക്കുന്ന ഒരു അവസ്ഥ ക്രിസ്തീയ ലോകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാൽ അവരെ വിശ്വാസം വിട്ടുപോവുകയോ അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ കൂട്ടാക്കാതിരിക്കുകയോ വിശ്വാസത്തിൽ മന്ദീഭവിച്ചു നിൽക്കുകയോ പിറുപിറുക്കുകയോ ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള രീതിയാണ് നമുക്കിന്ന് കാണുവാനായിട്ട് കഴിയുന്നത് ഇന്ന് ലോകത്ത് എല്ലായിടത്തും. എന്നാൽ നമ്മുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും അതിനപ്പുറം നമ്മെ സഹായിക്കുന്ന, സന്തോഷിക്കുവാൻ സഹായിക്കുന്ന ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം. അത് നാം അനുഭവിച്ചാൽ മാത്രമേ, അത് അനുഭവിക്കുന്നവരാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ സന്തോഷത്തിന്റെ സുവിശേഷം മറ്റുള്ളവരോട് പ്രസംഗിക്കുവാൻ, പഠിപ്പിക്കുവാൻ, പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഒരുപക്ഷെ പലപ്പോഴും നമുക്കറിയാം, നമുക്ക് കൂട്ടുകാരായിട്ടും ബന്ധുക്കാരായിട്ടും പരിചയക്കാരായിട്ടും ഒക്കെ ധാരാളം ആളുകളുണ്ട്. അവരോടൊക്കെ ഈ സത്യ സുവിശേഷത്തെക്കുറിച്ച് പറയുവാനായിട്ട് നാം വൈമുഖ്യം കാണിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷത്തെ നാം ആസ്വദിക്കുന്നവരല്ല എന്നുള്ളതായിരിക്കാൻ ഒരു സാധ്യതയുണ്ട്. നാം ധാരാളം സന്ദേശങ്ങൾ, സുവിശേഷ സന്ദേശങ്ങൾ നമ്മുടെ സഭയുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. എത്ര പേര് അത്തരം സന്ദേശങ്ങൾ അവരുടെ പരിചയക്കാർക്കും ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഒക്കെ അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് അവരതൊന്ന് കേൾക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക, അവരോട് അതിനെക്കുറിച്ച് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എത്ര പേര് മുൻകൈ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് സമയം ആവശ്യമില്ല, യാത്ര ആവശ്യമില്ല. ഒരുപക്ഷെ എല്ലാവർക്കും ഇന്ന് അൺലിമിറ്റഡ് ആയിട്ട് വിളിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഫോൺ സംവിധാനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. അതൊക്കെ മറ്റുള്ളവരുടെ ആത്മീക ജീവിതത്തിന്റെ അഭിവൃദ്ധിക്കും അതുപോലെ തന്നെ വിശ്വാസത്തിനെ കുറിച്ച് ആളുകളെ പഠിപ്പിക്കുന്നതിനൊക്കെ ഒരു മുഖാന്തരമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ അത് എത്രത്തോളം നാം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതൊരു ചോദ്യമാണ്. അത് ഈ സന്തോഷം അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മറ്റുള്ളവരോട് പറയാതിരിക്കുവാനായിട്ട് കഴിയുകയില്ല. മറ്റുള്ളവരോട് പറയും. നമ്മുടെ ബന്ധുക്കളാണെങ്കിലും നമുക്കറിയാമല്ലോ, ഒരുപക്ഷെ സഭയിൽ ഇന്ന് എല്ലാവരും മനസ്സിലാക്കുന്നതായിട്ടുള്ളൊരു കാര്യം, ദൈവവചനത്തെ അതിൻ്റെ സത്യസന്ധതയിൽ നാം ഏറെ പഠിപ്പിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും ബോധ്യമുണ്ട് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. കാരണം മറ്റ് അനേക സഭകളുടെ പശ്ചാത്തലങ്ങളൊക്കെ ഉള്ളതായിട്ടുള്ള നമുക്ക് വചനത്തിന്റെ സത്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഈ നാളുകളിൽ ദൈവം ധാരാളം കൃപ നൽകിയിട്ടുണ്ട്. അത് മറ്റുള്ളവരിലേക്ക് പകരാൻ ഉള്ള ഒരു വൈമുഖ്യം നമുക്ക് ഉണ്ടാകുവാനായിട്ട് ഒരിക്കലും പാടില്ല. ശരി, 19ാമത് വാക്യത്തിൽ, എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നടപ്പുള്ളതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ആരെങ്കിലും ബന്ധസ്ഥനായാൽ അല്ലെങ്കിൽ ജയിലിലായാൽ അവരുടെ മനം തണുപ്പിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്.
എന്നാൽ ഇവിടെ അതിന് നേർ വിപരീതമായിട്ടുള്ള കാര്യമാണ് സംഭവിക്കുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലന് മരിക്കാനും രക്തമൊഴുക്കാനും ഒക്കെയുള്ള സന്തോഷവും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ഫിലിപ്പിയിലെ വിശ്വാസികൾ അവരുടെ മനം തണുക്കണം. അവരുടെ വസ്തുത അറിഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലന്റെ മനം തണുക്കണം. പൗലോസ് അപ്പോസ്തലനെ തണുപ്പിക്കുവാനായിട്ടല്ല, പൗലോസ് അപ്പോസ്തലന് ഇവിടെ ഭാരമുള്ളത് ഫിലിപ്പിയിലെ വിശ്വാസികളെ കുറിച്ചാണ്. അതിന് കാരണമെന്ന് പറയുന്നത് ഒരു സഭാ ശുശ്രൂഷകനും അല്ലെങ്കിൽ ഒരു സുവിശേഷ പ്രവർത്തകനും അവരുടെ സഭയിലെ വിശ്വാസികളും തമ്മിലുള്ളതായ ബന്ധമാണ് അവിടെ പ്രകടമാകുന്നത്. ഒരപ്പനും മക്കളും എന്നുള്ളതുപോലെയുള്ള ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ ഒരു സഭയിൽ ശുശ്രൂഷകന്മാരും അതുപോലെ തന്നെ വിശ്വാസികളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. മാതാപിതാക്കന്മാർക്ക് മക്കളോടുള്ളതായിട്ടുള്ള സ്നേഹവും വാത്സല്യവും അവരെക്കുറിച്ചുള്ളതായ ഭാരവും താല്പര്യങ്ങളും ഒക്കെ ഒരു സഭയിലും ഉണ്ടാകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അത് തന്നെയാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ മനം തണുക്കുന്നത്, ജയിലിൽ കിടക്കുന്നതായിട്ടുള്ള പൗലോസ് അപ്പോസ്തലന്റെ മനം തണുക്കുന്നത് തനിക്ക് അവിടുന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നത് വഴിയല്ല. മരണം പോലും, രക്തമൊഴുക്കേണ്ടി വന്നാൽ പോലും അത് അദ്ദേഹത്തിന് പ്രശ്നവുമല്ല. മറിച്ച് ഫിലിപ്പിയിലെ വിശ്വാസികളുടെ ആത്മീകമായിട്ടുള്ള അവസ്ഥ, പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ ജയിലിലായി എന്നറിയുമ്പോൾ അവർക്ക് ഒരു നിരുത്സാഹം വന്നു പോയോ എന്നുള്ളതായ ഒരു ഭയമാണ് പൗലോസ് അപ്പോസ്തലനെ ബാധിച്ചിരിക്കുന്നത്. അതല്ലാതെ ഒരിക്കലും തൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ഭാരം പൗലോസ് അപ്പോസ്തലനില്ല. അപ്പോൾ പൗലോസ് അപ്പോസ്തലന് മനം തണുക്കണമെങ്കിൽ ഫിലിപ്പിയിലെ വിശ്വാസികളെ സംബന്ധിക്കുന്നതായിട്ടുള്ള വിവരം, ശരിയായ വിവരം പൗലോസ് അപ്പോസ്തലന് അറിയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. അപ്പോൾ തിമോത്തിയോസ് പൗലോസ് അപ്പോസ്തലനോട് കൂടെ ഉള്ള സഹപ്രവർത്തകനാണ്. തിമോത്തിയോസ് പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പറഞ്ഞ് പൗലോസ് എൻ്റെ നിജപുത്രൻ എന്ന് പറയുന്ന, ഞാൻ ജനിപ്പിച്ച എന്ന് പറയുന്നതായ വ്യക്തിയാണ് ഈ തിമോത്തിയോസ്. അപ്പോൾ തിമോത്തിയോസിനെ അങ്ങോട്ട് അയക്കുക, ഫിലിപ്പിയിലേക്ക് അയക്കുക. അപ്പോൾ ആ സഭയെ സംബന്ധിക്കുന്നതായിട്ടുള്ള പൗലോസ് അപ്പോസ്തലന്റെ താല്പര്യം എന്ന് പറയുന്നത് എത്രയോ വലുതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എത്രയോ വലുതാണ്. അവർക്ക് വേണ്ടി കേവലം പ്രാർത്ഥിക്കുക മാത്രമല്ല, മറിച്ച് അവർക്ക് അവർക്ക് അവരെ ആശ്വസിപ്പിക്കുന്നതിനും അവരെ ബലപ്പെടുത്തുന്നതിനും വേണ്ടി പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും ഈ പ്രാർത്ഥിക്കുക, എല്ലാത്തിനും പ്രാർത്ഥന എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പ്രവണത വിശ്വാസികളുടെ ഇടയിലുണ്ട്. പ്രാർത്ഥിക്കുന്നത് ആവശ്യമാണ്. അത് ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വവുമാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയിലൂടെ മാത്രമല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള സാധ്യതകൾ പ്രാർത്ഥനയ്ക്കപ്പുറം നാം ചെയ്യേണ്ടതും ആവശ്യമാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലന് ജയിലിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ ഫിലിപ്പിയിലെ വിശ്വാസികളെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയിൽ മാത്രമല്ല, അത് തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിരിക്കും. എന്നാൽ അതിനുള്ള പ്രായോഗിക നടപടികളും ഇവിടെ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. തിമോത്തിയോസിനെ അങ്ങോട്ട് അയക്കും. അതിനുശേഷം മറ്റൊരാളെ അയക്കുന്നതിനെ കുറിച്ചും ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്തുണ്ട്. അത് നമുക്ക് പിന്നീട് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ പ്രാർത്ഥനയെ കുറിച്ച് നാം പറയുമ്പോൾ പ്രായോഗികമായിട്ടുള്ള നിലപാടുകൾ എടുക്കാതെ കേവലം പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ഒരു പരിധി വരെ ദൈവത്തെ പരിഹസിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു സഹോദരൻ്റെയോ സഹോദരിയുടെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു സാമ്പത്തികമായിട്ടുള്ള ആവശ്യത്തെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകൾ അവർക്ക് കൊടുക്കണം എന്നൊക്കെ നാം പ്രാർത്ഥിക്കുകയും, എന്നാൽ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള സമ്പത്ത് അതിനുവേണ്ടി വിനിയോഗിക്കുവാൻ നാം താല്പര്യമില്ലാതിരിക്കുകയും ചെയ്താൽ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം യാതൊരു അർത്ഥമില്ലാത്തതാണ്. ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തിയാൽ ദൈവം ചോദിക്കുന്നത്, നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, നിനക്ക് ഞാൻ തന്നിട്ടുണ്ടല്ലോ, നീ അതുകൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമായിരിക്കും തിരിച്ച് ചോദിക്കുക. എന്ന് പറഞ്ഞതുപോലെ പൗലോസ് അപ്പോസ്തലന്റെ കൂട്ടാളികളായിട്ടുള്ള ആളുകൾ തൻ്റെ കൂടെ ഉള്ളപ്പോൾ അവരെ നേരിട്ട് പോയി അവരെ ആശ്വസിപ്പിക്കുകയും അവരെ പ്രബോധിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കേവലം പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക മാത്രം അല്ല.
അതുകൊണ്ട് നമ്മളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും, ആത്മീയ ശുശ്രൂഷ മേഖലകളിലും പ്രാർത്ഥനയോടൊപ്പം അതിന് നമുക്ക് പ്രായോഗികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് കൂടി നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇവിടെ പൗലോസപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദം എന്ന് പറയുന്നത്, കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. ഞാൻ ആശിക്കുന്നു എന്നല്ല, എനിക്ക് ഇപ്പോൾ തിമോത്തിയോസിനെ അങ്ങ് ഞാൻ ഉടനെ അയച്ചേക്കാം എന്നല്ല, തിമോത്തിയോസ് പെട്ടെന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് വരും, അങ്ങനെയൊന്നുമല്ല പറയുന്നത്. അയക്കാമെന്ന് ഞാൻ കർത്താവായ യേശുവിൽ ആശിക്കുന്നു. ഈ യേശുവിൽ ആശിക്കുക എന്ന് പറയുന്നത്, അത് നമുക്കറിയാം, കർത്താവിനെ മുൻനിർത്തിയുള്ളതായ ജീവിതം മാത്രമേ ദൈവമക്കൾക്കുള്ളൂ. ഇതിനോട് സമാനമായിട്ടുള്ളൊരു വാക്യമാണ് തുടർന്ന് 24-ാമത്തെ വാക്യത്തിലും, ഞാനും വേഗം വരുമെന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. പൗലോസപ്പോസ്തലൻ വേഗം വരും, താൻ തന്നെയും വേഗം വരുമെന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അയക്കാമെന്ന് ഞാൻ കർത്താവായ യേശുവിൽ ആശിക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ ജീവിത പ്രവർത്തനങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആശ്രയത്തിലും ആശയിലും അധിഷ്ഠിതമായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇതിനെ സംബന്ധിച്ച് യാക്കോബ് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. ഇന്നോ നാളെയോ ഞങ്ങൾ പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അത് കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തിയും ഇഷ്ടത്തിനനുസരിച്ചുമായിരിക്കണം അത് തീരുമാനിക്കേണ്ടതും നടപ്പാക്കേണ്ടതും. ദൈവത്തിന് ഹിതമാണോ, ദൈവത്തിൻ്റെ ഇഷ്ടമാണോ എന്ന് ചിന്തിക്കാതെ, പരിശോധിക്കാതെ നമ്മളുടേതായിട്ടുള്ള ഒരു മേഖലയിലൂടെ നാം പോകുമ്പോൾ അത് നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളുടെ തന്നെ ജഡത്തിൻ്റെ ശക്തിയിലും അതുപോലെ തന്നെ നമ്മുടെ താല്പര്യങ്ങളിലുമുള്ള ഒരു പ്രവൃത്തിയാണ് അത്. കർത്താവ് നമ്മളിൽ ഇച്ഛ തന്ന്, നമ്മളത് ഈ അതേ അധ്യായത്തിൽ നാം അത് പഠിക്കുകയുണ്ടായി. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും തിരുവുള്ളമുണ്ടായിട്ട് ദൈവമല്ലോ നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഇച്ഛയും അതുപോലെ തന്നെ ആ ഇച്ഛയുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനവും അത് ദൈവത്തിന് നാം വിട്ടുകൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പൗലോസപ്പോസ്തലൻ പറയുന്നത്, കർത്താവായ യേശുവിൽ ആശിക്കുന്നു, കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലകളിലുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും, യാക്കോബിന്റെ ലേഖനത്തിൽ അത് ധനസമാഹരണത്തെക്കുറിച്ചാണെങ്കിൽ തൊഴിലിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. തൊഴിലാണെങ്കിലും അത് ആത്മീയ ശുശ്രൂഷയാണെങ്കിലും നമ്മുടെ ഏത് മേഖലകളിലാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസൃതമായിട്ട് മാത്രം ചെയ്യുവാൻ ആണ് നാം ശ്രദ്ധിക്കേണ്ടത്. പൗലോസപ്പോസ്തലന്റെ വാക്കുകളും അങ്ങനെ തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തിമോത്തിയോസിനെ എന്തുകൊണ്ടാണ് അങ്ങോട്ട് അയക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പൗലോസപ്പോസ്തലൻ പിന്നെ പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. എത്ര വലിയ ഒരു സാക്ഷ്യമാണ്! പൗലോസപ്പോസ്തലനും തിമോത്തിയോസുമായിട്ടുള്ള ബന്ധം ഒരു അപ്പൻ മകൻ എന്നതുപോലെയുള്ള ഒരു ബന്ധം. അത് തുടർന്നുള്ള വാക്യങ്ങൾ 22-ാമത്തെ വാക്യത്തിൽ നമുക്കത് വായിക്കാം. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോട് കൂടെ സുവിശേഷ ഘോഷത്തിൽ സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ഒരു മകൻ അപ്പൻ ബന്ധമാണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. മാത്രവുമല്ല, നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി, അതായത് പൗലോസപ്പോസ്തലൻ ഫിലിപ്പിയിലെ സഭയെ, സഹോദരങ്ങളെ ഏത് നിലയിൽ കാണുന്നുവോ അതേ നിലയിൽ അവിടുത്തെ സഭയെ കാണാൻ കഴിയുന്ന മറ്റാരുമില്ലെന്ന് പൗലോസപ്പോസ്തലൻ പറയുന്നു. നമ്മൾ ഈ അധ്യായത്തിൻ്റെ തന്നെ ആദ്യ ഭാഗങ്ങളിലും ഇതിനും മറ്റ് ലേഖനങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഏക മനസ്സ്, ഈ തുല്യചിത്തൻ എന്ന് പറഞ്ഞാൽ ഏക മനസ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ രണ്ട് മനസ്സ്, ഇവർ രണ്ടുപേരുടെയും മനസ്സ് തുല്യമാണ്, തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഏകഭാവം, ഏക മനസ്സ്, ഏക ഹൃദയം എന്നൊക്കെ പറയുന്നതിൻ്റെ മറ്റൊരു വാക്കാണ് തുല്യചിത്തനായിട്ട് എനിക്ക് മറ്റാരുമില്ല എന്നിവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ,
ദൈവ മക്കൾ തമ്മിലുള്ളതായ സ്നേഹവും ബന്ധവും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെ അല്ല എന്നുള്ളത് നമ്മുടെ ഉള്ളിലെ രൂപാന്തരത്തിൻ്റെയും കാഴ്ചപ്പാടുകളുടെയും ജഡികത്വത്തിൻ്റെയും ഒരു തെളിവായിട്ടിരിക്കുന്നത് ഒരു സഭയിൽ ദൈവമക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുമായിട്ട് നിൽക്കാൻ യാതൊരു അനുവാദവുമില്ല. അവർ ഒരേ ഭാവമുള്ളവരും ഒരേ ഹൃദയമുള്ളവരും ഒരേ വായുള്ളവരും ഒക്കെ ഒരേ ചിന്തയും മനസ്സും ഒക്കെ ഉള്ളവരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. ആ ഒരു തലത്തിലേക്ക് നാം എത്തിച്ചേരുന്നത് നമ്മളിൽ എല്ലാവരിലും ആ രൂപാന്തരം വരുന്നത് മൂലം മാത്രമാണ്. രൂപാന്തരപ്പെടാനായിട്ട് നമുക്ക് മനസ്സില്ല എങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. സഭ എന്ന് പറയുന്നത് ശരീരമാണെന്നും അവിടെ യോജിപ്പും ഒക്കെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതും നാം പലപ്പോഴും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ തിമോത്തിയോസിനെ കുറിച്ചുള്ള അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടമാണ് യഥാർത്ഥത്തിൽ ഒരു സഭയുടെ ശുശ്രൂഷ അല്ലെങ്കിൽ സഭയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത്. സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ലാതെ ബഹുമാനമില്ലാതെ ഇരിക്കുകയും അതിനുശേഷം സഭാപ്രവർത്തനങ്ങൾ അങ്ങനെ ഒരുമിച്ച് ചെയ്യുക അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് യാതൊരു വക സാധ്യതയുമില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒറ്റക്കെട്ടായിട്ട് സഭ നിൽക്കുമ്പോൾ മാത്രമേ ദൈവം ആ സഭയെ സഭയായി കാണുന്നുള്ളൂ. അങ്ങനെ ഒരു സഭയെ മാത്രമേ ദൈവം ഉപയോഗിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സഭയോട് മാത്രമേ ദൈവം ആടുകളെ കൂട്ടിച്ചേർക്കുകയുമുള്ളൂ. എനിക്ക് തുല്യചിത്തനായി മറ്റാരുമില്ല. തുല്യചിത്തൻ എന്ന് വെച്ചാൽ മറ്റ് തനിക്ക് സഹപ്രവർത്തകരില്ല എന്നുള്ളതൊന്നുമല്ല. ഇതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, 25-ാമത്തെ വാക്യത്തിൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രാദിത്തോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ തിമോത്തിയോസ് അതിൽ നിന്നൊക്കെയും വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ നാം എല്ലാവരും അന്യോന്യം ഒരു സ്പെഷ്യൽ ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് അത് ഏറ്റവും മനോഹരമായിട്ട് തീരുന്നത്. അങ്ങനെയുള്ളവർ ഒരുമിച്ചുള്ളതായിട്ടുള്ള സഭാപ്രവർത്തനങ്ങളും സഭാജീവിതവും സുവിശേഷ പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഏറ്റവും അനുഗ്രഹമായി തീരുന്നത്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് നമുക്ക് വരണമെങ്കിൽ നാം ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പഠിച്ചതുപോലെ നാം നമ്മെ തന്നെ താഴ്ത്തി മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുന്ന ഒരു മനോഭാവമുള്ളവരായിട്ട് തീരണം. ശരി, 21-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്തം കാര്യം അത്രേ എല്ലാവരും നോക്കുന്നു. അപ്പോൾ അന്നും ഫിലിപ്പിയിലെ സഭയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നതെങ്കിലും അവിടെയും അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലന്റെ കൂടെ ഉള്ളതോ അല്ലെങ്കിൽ മറ്റ് ആളുകളൊക്കെ ഉണ്ടല്ലോ, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലനെ വിട്ടുപോയതായിട്ടുള്ള പലരുമുണ്ട്. എല്ലാവരും യേശുക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്തം കാര്യം എല്ലാവരും നോക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പ്രമാണം നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, നമ്മളാരും സ്വന്തം കാര്യം നോക്കാനായിട്ട് ഉള്ള ആളുകളല്ല, യേശുക്രിസ്തുവിന്റെ കാര്യം നോക്കാനായിട്ടുള്ള ആളുകളാണ്. ഈ സ്വന്തം കാര്യവും യേശുക്രിസ്തുവിന്റെ കാര്യവും എന്ന് നാം പറയുമ്പോൾ അത് മനസ്സിലാക്കുന്നത്, അത് വേണ്ട നിലയിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നാം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുന്നതോ ജോലി ചെയ്യുന്നതോ ഒക്കെ അത് സ്വന്തം കാര്യമായി കണക്കാക്കേണ്ടതില്ല. കർത്താവിനെ മുൻനിർത്തിയാണെങ്കിൽ അത് ചെയ്യുന്നതെങ്കിൽ, കർത്താവിനെ മുൻനിർത്തി അല്ലാതെ എൻ്റെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്കും ലാഭങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടിയാണ് എൻ്റെ ബിസിനസ്സും ജോലിയും കൃഷിയുമെങ്കിൽ അത് സ്വന്തം കാര്യം നോക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. പ്രിയമുള്ളവരെ, സ്വന്തം കാര്യം നോക്കാൻ, എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് യാതൊരു അവകാശവുമില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ കാര്യം നോക്കാൻ, യേശുക്രിസ്തുവിൻ്റെ കാര്യം നോക്കാൻ മാത്രമേ എനിക്ക് അവകാശമുള്ളൂ. കാരണം ഞാൻ യേശുക്രിസ്തുവിൻ്റെ കാര്യം നോക്കാൻ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഹിതം ചെയ്യാൻ, ഇഷ്ടം ചെയ്യുവാനായിട്ട് എന്നെ തന്നെ സമർപ്പിച്ച് ഒരു യാഗം എന്നുള്ള നിലയിൽ എന്നെ സമർപ്പിച്ചതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ഇവിടെ തിമോത്തിയോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, തിമോത്തിയോസ് സ്വന്തം കാര്യമല്ല യേശുക്രിസ്തുവിന്റെ കാര്യമായിരുന്നു അന്വേഷിച്ചിരുന്നത്. അതുകൊണ്ടാണ് തിമോത്തിയോസിനെ ഫിലിപ്പിയിലേക്ക് അയക്കാനായിട്ട് കാരണമായി തീർന്നത്. 23-ാം വാക്യം, ആകയാൽ എൻ്റെ കാര്യം എങ്ങനെയാകും എന്നറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയക്കാൻ ആശിക്കുന്നു. എൻ്റെ കാര്യം എങ്ങനെയാകും
എന്ന് അറിഞ്ഞ ഉടനെ, അതായത് തനിക്ക് അവിടുന്ന് സ്വാതന്ത്ര്യം ലഭിക്കുമോ അതെയോ രക്തം ഒഴുക്കേണ്ടി വരുമോ എന്നുള്ള ആ തീരുമാനം ആയാൽ ഉടനെ തന്നെ അയക്കുമെന്നാണ് പറയുന്നത്. ഞാനും വേഗം വരുമെന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. കർത്താവിലുള്ള ആശ്രയവും കർത്താവിനെ മുൻനിർത്തിയുള്ള ജീവിതവും, ഇതൊക്കെയാണ് സഭാജീവിതം, ക്രിസ്തീയ ജീവിതം, ആത്മീയ ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ പരിചയങ്ങളും നമ്മുടെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളും ഒക്കെ വെടിഞ്ഞ് കർത്താവിൻ്റെ യേശുവിൻ്റെ കാര്യം നോക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ കാര്യം നോക്കുന്ന ആളുകളായി നമുക്ക് ജീവിക്കാം. അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതം ഇപ്പോഴും സാധാരണഗതിയിൽ ലോകത്തിൽ കാണുന്നതിൻ്റെ നേരെ തിരിച്ചുള്ള അനുഭവങ്ങളാണ്. ജയിലിൽ കിടക്കുന്നയാൾ പുറത്തിരിക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കുക, ജയിലിൽ കിടക്കുന്നയാൾ സന്തോഷിക്കുക, മറ്റുള്ളവരെ സന്തോഷിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹത്വവും മാഹാത്മ്യവും അതിൻ്റെ പ്രത്യേകതയും എന്ന് പറയുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ഈ ലേഖനം പഠിക്കുന്നത് വഴി പൗലോസിനെയും തിമോത്തിയോസിനെയും അതുപോലെ തന്നെ ഫിലിപ്പിയിലുള്ള സഭയെക്കുറിച്ച് പഠിക്കുന്നത് വഴി നമ്മളുടെ സഭാജീവിതവും നമ്മളുടെ വ്യക്തിപരമായ കുടുംബമായ എല്ലാ ജീവിതവും ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കുമാറാകട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.